ചില ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും, അതിന്റെ ഉത്തരവും ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ വാക്കിൽ തന്നെ ഒതുക്കാനും പറ്റും. പക്ഷെ അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളൊരു മറുചോദ്യം വരുമ്പോഴാണ് ശരിക്കും നമുക്ക് കുഴച്ചിൽ വരുന്നത്. അതേപോലത്തെ ഒരു ചോദ്യമാണ് നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ, എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റാറുകളും പ്ലാനറ്റുകളും ബ്ലാക്ക് ഹോളും എല്ലാം ഉരുണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന് വേറൊരു ഷേപ്പ് ഒന്നും കിട്ടാത്തത്? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും, അതായത് ഗ്രാവിറ്റി കൊണ്ടാണ്. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. തണുപ്പുള്ള സമയങ്ങളിൽ പൂച്ചകൾ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മാക്സിമം ഒതുങ്ങിക്കൂടി ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും അത് മാക്സിമം ഇരിക്കുന്നത്. പൂച്ചകൾ മാത്രമല്ല, കോഴികളായിക്കോട്ടെ, തത്തകളായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള കിളികളായിക്കോട്ടെ, എല്ലാം തന്നെ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും അത് മാക്സിമം ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ റീസൺ എന്താ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉള്ള ഒരു സംഭവമാണ് സ്ഫിയർ എന്ന് പറയുന്നത്. ഒരു സംഭവത്തിന്റെ സർഫസ് ഏരിയ കുറയുകയാണെങ്കിൽ അതും അന്തരീക്ഷവുമായിട്ടുള്ള മാക്സിമം കോണ്ടാക്ട് ഏരിയ ആണ് അവിടെ കുറയുന്നത്. തണുപ്പുള്ള സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും അന്തരീക്ഷം തണുപ്പായിരിക്കും അല്ലെ? അപ്പോൾ നമ്മൾ മാക്സിമം കോണ്ടാക്ട് ഏരിയ കുറച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് അത്രയ്ക്ക് കുറച്ച് തണുപ്പ് നമുക്ക് മേത്തേക്ക് അടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റീസൺ കാരണമാണ് ഈ പൂച്ചകളും ഈ പറഞ്ഞ കിളികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ ഇരിക്കാൻ നോക്കുന്നത്. അതുമാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? മൈക്രോ ഗ്രാവിറ്റിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ അത് ഏത് ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സ്ഫിയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ വെച്ച് നമ്മുടെ ഒരു ബബിൾസ് ഒതുക്കിക്കഴിഞ്ഞാൽ ആ ബബിൾ ശരിക്കും ഏത് ഷേപ്പിലാണ് കണ്ടുവരുന്നത്? അതും സ്ഫിയർ ആയിട്ടാണ് കണ്ടുവരുന്നത് അല്ലെ? അതായത് ഒരു ഗീവൺ എമൗണ്ട് ഓഫ് മാറ്ററിന് ഏറ്റവും കുറവ് സർഫസ് ഏരിയയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് സ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്പേസിലേക്ക് ഒരു വെള്ളം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കാരണം അത് ശരിക്കും ഒരു സ്ഫിയർ ഷേപ്പിലായിരിക്കും വരുന്നത്. അതേ സംഭവം തന്നെയാണ് നമ്മൾ ഭൂമിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു ബബിൾസ് ഊതിക്കഴിഞ്ഞാൽ അത് സ്ഫിയർ ആവുന്നത് ഇതേ പ്രിൻസിപ്പിൾ കാരണമാണ്. അതായത് മാക്സിമം കുറച്ച് സർഫസ് ഏരിയ ഉണ്ടാക്കാൻ ഈ സംഭവങ്ങളൊക്കെ ശ്രമിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് ശരിക്കും നാച്ചുറലി ഒരു സ്ഫിയർ ഷേപ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കാനായിട്ട്. നമ്മുടെ സ്പേസിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് പ്ലാനറ്റ്സ് ഉണ്ട്, സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ബ്ലാക്ക് ഹോൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് പ്ലാനറ്റ്, അതായത് വലിയ വലിയ സംഭവങ്ങൾക്കായിരിക്കും ശരിക്കും സ്ഫെറിക്കൽ ഷേപ്പ് കണ്ടുവരുന്നത്. അതായത് സൂര്യൻ അത്യാവശ്യം വലിയൊരു സംഭവമാണ്. ഓക്കെ, നമ്മുടെ പ്ലാനറ്റ്സ് അത്യാവശ്യം വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് സ്ഫെറിക്കൽ ഷേപ്പ് കണ്ടുവരുന്നത്. നേരെ മറിച്ച് റിലേറ്റീവ്ലി ചെറിയ സംഭവങ്ങൾക്ക്, അതായത് മാസ് കുറവുള്ള സംഭവങ്ങൾക്ക് ശരിക്കും സ്ഫെറിക്കൽ ഷേപ്പ് അല്ല കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പേസിൽ കണ്ടുവരുന്ന എല്ലാ ഒബ്ജക്റ്റും സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്നുള്ള ആ ഒരു മിസ്അസംഷൻ, ആ ഒരു സംഭവം തന്നെ ശരിക്കും തെറ്റായിട്ടുള്ള ഒരു വാചകമാണ്. മാസ് കൂടിയ സംഭവങ്ങൾക്ക് മാത്രമാണ് ശരിക്കും സ്ഫെറിക്കൽ ഷേപ്പ് കണ്ടുവരുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ മാസ് കൂടുന്നതനുസരിച്ച് ആ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സംഭവം എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അവിടുത്തെ ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടുതലായതുകൊണ്ടാണ് ഈ പ്ലാനറ്റും ഈ പറയുന്ന സൂര്യനും സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത്. കാരണം എന്താണ്? ആ സംഭവത്തിന് ഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് സർഫസ് ഏരിയ ഉള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം ശരിക്കും എല്ലാത്തിനെയും ഇൻവേർഡ്, അതായത് അകത്തേക്കാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്ററും കാര്യങ്ങളും കല്ലും പൊടിയൊക്കെ ഇതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്ത് എല്ലാ സൈഡിൽ നിന്ന് അട്രാക്ട് ചെയ്ത് ഒരു ലീസ്റ്റ് സർഫസ് ഏരിയ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പാണ് ശരിക്കും സ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ പ്ലാനറ്റുകളും നമ്മുടെ സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ ശരിക്കും സ്ഫെറിക്കൽ ഷേപ്പിൽ കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു എക്സെപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂണിവേഴ്സിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക ആസ്ട്രോയിഡുകളും ശരിക്കും സ്ഫെറിക്കൽ അല്ല, അതായത് റൗണ്ട് അല്ല. അത് നമ്മുടെ മുറ്റത്തെടുക്കുന്ന കല്ല് പോലെ പല പല ഷേപ്പുകളാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് മിക്കവർക്കും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ കല്ലുകളൊക്കെ ശരിക്കും വളരെ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടിക്കിൾസും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങോടെയാണ് ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇത് തമ്മിലുള്ള ആ ഒരു മോളിക്കുലർ ഫോഴ്സ് ഇല്ലേ, ആ ഒരു ഫോഴ്സിന്റെ കുറവാണ് ഈ ഒരു സംഭവത്തിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ആ ഒരു കല്ലിന്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. നേരെ മറിച്ച് ഞാനിപ്പോ ഈ കല്ലിന്റെ അകത്തുള്ള ആ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ ഇല്ലേ, അതായത് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സിനെ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ ഈ ഓരോ മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് അതിങ്ങനെ പയ്യെ അതിങ്ങനെ സ്ഫെറിക്കൽ ഷേപ്പിലേക്കായിട്ട് മാറും. അതായത് ഇവിടുത്തെ ആ ഒരു ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആയതുകൊണ്ട് തന്നെ അത് ശരിക്കും ഗ്രാവിറ്റി അകത്തോട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടി കൂടി ചേർന്ന് ഒരു ലീസ്റ്റ് സർഫസ് ഏരിയ ഉള്ള ഒരു സംഭവമായിട്ട് മാറും.
എന്തായിട്ട് മാറും? സ്ഫിയർ ആയിട്ട് മാറും. ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട് നിങ്ങൾ ആലോചിക്കുക. ആ സ്പേസിനകത്ത് ഒരുപാട് കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട്, കുറെ മണൽത്തരികളും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മണൽത്തരികൾ ഉണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മാസ് കൂടിയ ഒബ്ജക്റ്റിനായിരിക്കും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളത്. ഇവിടെ ഒരു ഗ്രാമിന്റെ മണൽത്തരി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ മണൽത്തരിന്റെ ചുറ്റും ബാക്കിയുള്ള ഈ ഒരു ഗ്രാമിന്റെ അടിയിലുള്ള ഒരുപാട് മണൽത്തരികൾ ഇങ്ങനെ ഓർബിറ്റ് ചെയ്ത് ഈ ഒരു ഗ്രാമിൽ വന്ന് ഇങ്ങനെ കൂട്ടിയിടിക്കും. ഓക്കെ, ഇത് കൂട്ടിയിടിച്ചിട്ട് ഒരു സോളിഡ് പീസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഗ്രാം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5-10 ഗ്രാം ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു 5-10 ഗ്രാമിന് മാസ് കൂടിയത് കൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാവിറ്റിയും കൂടും. ഇതിന്റെ ഗ്രാവിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഇതിന് ചുറ്റും ബാക്കിയുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂട്ടിയിടിച്ച് അത് വലിയൊരു സംഭവമായിട്ട് മാറും. അങ്ങനെ ഗ്രാവിറ്റി ബാക്കിയുള്ള ഫോഴ്സുകളൊക്കെ എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സംഭവം ശരിക്കും ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ വരാം. അതായത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടാവും. ഈ സംഭവത്തിന്റെ മാസും ഗ്രാവിറ്റിയും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാക്സിമം ആ സർഫസിനോട് അട്രാക്റ്റഡ് ആയിട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് ആവാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനറ്റിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഫോം ചെയ്യുന്നത്. പ്ലാനറ്റ് മാത്രമല്ല, നമ്മുടെ സൂര്യനായിക്കോട്ടെ, ബ്ലാക്ക് ഹോൾസ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും ഏകദേശം ഇതേ സംഭവത്തിലൂടെയാണ് ശരിക്കും ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ആസ്ട്രോയിഡിനെ ചുറ്റും ബാക്കിയുള്ള ആസ്ട്രോയിഡൊക്കെ കൂട്ടിയിടിച്ച് അതിന്റെ മാസും ഗ്രാവിറ്റിയും കൂടി അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഏകദേശം ഒരു പ്ലാനറ്റ് പോലത്തെ ഒരു പരുവ് എത്തും. ഓക്കെ, അതിനെയാണ് നമ്മൾ ശരിക്കും ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലൂട്ടോ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. അതേപോലെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ഫിയർ തന്നെയാണ് ശരിക്കും ഇത്. അതായത് ഒരു പ്ലാനറ്റ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ ബാക്കി 3 ക്രൈറ്റീരിയയിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ്, അതായത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ മാത്രമാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്തിന്? ഒരു പ്ലാനറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്ലൂട്ടോനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നത്. അതായത് നമ്മുടെ പ്ലാനറ്റും സ്റ്റാറും ബ്ലാക്ക് ഹോളൊക്കെ ഉരുണ്ടിട്ടാണ്, പക്ഷെ എന്തുകൊണ്ട് ഗാലക്സികൾ ഉരുണ്ടിട്ടല്ല? എന്തുകൊണ്ട് ഗാലക്സികൾ റൗണ്ട് ഷേപ്പിൽ കണ്ടുവരുന്നില്ല? അതായത് ഇപ്പോൾ ഒരു ഗാലക്സിയുടെ നടുക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് ചുറ്റുമാണ് ഈ പറയുന്ന സ്റ്റാറുകളും സെലസ്റ്റിയൽ ഒബ്ജക്റ്റും മൂണും അതും ഇതൊക്കെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു ഫോർമേഷൻ ഒരു റൗണ്ട് ആവുന്നില്ല? അതാണ് എൻ്റെ ഒരു ചോദ്യം. അത് നിങ്ങൾ ഗൂഗിളിലൊന്നും നോക്കരുത്, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനത്തെ ഒരു ചീറ്റിംഗ് പരിപാടി ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഉത്തരം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ പറയാൻ വിട്ടു. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ കണ്ടുവരുന്ന പ്ലാനറ്റ് ഒന്നും ഇങ്ങനെ പെർഫെക്റ്റ്ലി റൗണ്ട് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു എഗ് ഷേപ്പിലാണ് ശരിക്കും ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൂൺ ശരിക്കും ഒരു എഗ് ഷേപ്പിലാണ് ഉള്ളത്. നമ്മുടെ സാറ്റേൺ എന്ന് പറയുന്നത് അതിൻ്റെ നോർത്ത് ടു സൗത്ത് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസിനേൽ 10% കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്താ വെച്ചാൽ ആ സംഭവം അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഔട്ട്വേർഡ് പുറത്തേക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. അതും കൂടി പറഞ്ഞാലാണ് ശരിക്കും ഈ വീഡിയോയിൽ ഒരു കൺക്ലൂസീവ് ആവുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും മാക്സിമം അതിനുള്ള ഉത്തരം ഗൂഗിളിൽ നോക്കരുത്. ഇപ്പോഴേ ഞാൻ പറയണത് ഗൂഗിളിൽ നോക്കിയിട്ട് എഴുതരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.